എങ്ങനെയുള്ള ഒരു മെമ്പറെ ആയിരിക്കണം ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഇനിയുള്ള ഇനി വരാൻ പോകുന്നതായാലും എപ്പോഴുള്ള മെമ്പറായാലും ജനങ്ങൾക്കും പഞ്ചായത്തിനും പിന്നെ വാർഡിനും ഉപയോഗമുള്ള ഒരു മെമ്പറായിരിക്കണം. ഈ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്? ഈ വാർഡില് കറണ്ടുണ്ട്, വെള്ളമുണ്ട്, പിന്നെ റോഡ് ആ മൂലയ്ക്ക് തൊട്ട് അങ്ങ് താഴെ ആറാട്ട് കടവിൻ്റെ അവിടം വരെ വണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒരു വണ്ടി വന്നാൽ അടുത്ത വണ്ടി തിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ കെട്ടാതെ ഇട്ടേക്കാം. 3 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഈ 3 പേരെയും എങ്ങനെ വിലയിരുത്തും? 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. ജയിച്ചാൽ വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞകാല മെമ്പർമാർ ഇവിടെ നടത്തിയ വികസനത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കഴിഞ്ഞ മെമ്പർമാര് അവരെ കൊണ്ട് നോക്കുന്നതൊക്കെ ചെയ്ത് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നതനുസരിച്ച് അതേ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ചെയ്യാൻ പറ്റും. ഇനി എന്തെല്ലാം വികസനമാണ് ഈ വാർഡിൽ കൊണ്ടുവരേണ്ടതായിട്ട്? ഈ വളവുകൾ നൂത്ത് ഒരു വണ്ടി പോകാത്ത രീതിയിലുള്ള ഒരു സൗകര്യം പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കി തരണം. ഈ വളവും അപ്പുറത്തെ വളവും, ഈ വളവാണ് ഒരു പ്രധാന ഘടകം. ഇവിടെ നേരത്തെ ലോറി പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ ലോറിയും പോകത്തില്ല. ഒരു ടിപ്പർ വന്നാൽ കഷ്ടിച്ച് പോവും. അപകടമാണ് ഇവിടെ. ഈ വളവ് നൂത്ത് അവിടെ ഒരു വളവുണ്ട്. ആ വളവും കൂടെ നോക്കുകയെന്നുണ്ടെങ്കിൽ വലിയതായിട്ട് തോന്നിയ സ്ഥലമൊന്നും പോകില്ല. ഒരു ശകലം കെട്ടി ചെയ്തു തന്നാൽ പഞ്ചായത്ത് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരം. നാട്ടുകാരെ വസ്തു പിടിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഈ വളമൊന്നും നൂത്ത് കിട്ടണമെന്നാണ് നമ്മളെ ഈ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം. നമസ്കാരം. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഈ വാർഡിൽ എങ്ങനെയുള്ള ഒരു മെമ്പറെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും നല്ലപോലെ ഇടപെടുകയും ജനങ്ങളുമായി നല്ല സമ്പർക്കത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു മെമ്പറാണ് ഞങ്ങൾക്കെല്ലാം ആവശ്യം. ഏതൊരു കാര്യം വിളിച്ചു പറഞ്ഞാലും അത് ആ കാര്യത്തോടുകൂടി ഇടപെടുകയും അതിന് വേണ്ട തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു മെമ്പറായിരിക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം റോഡ് പണിയായാലും മറ്റു കുടിവെള്ള പ്രശ്നങ്ങളായാലും എല്ലാം ആ രീതിയിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്ത് അതിന് വേണ്ട ഒരു നടപടി എടുക്കുന്ന ഒരു മെമ്പറായിരിക്കണം. ഇനി ഈ വാർഡിൽ എന്തൊക്കെ പദ്ധതികളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഏകദേശം എല്ലാ പദ്ധതികളും ചെയ്തിട്ടുണ്ട്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതായാലും റോഡിൻ്റെതൊക്കെ ആയാലും നല്ല വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ആറാട്ട് കടവ് മുതൽ വാലൂന്ന് വരെയുള്ള എല്ലാ മേഖലകളിലും റോഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി ഏതെല്ലാം മേഖലകളിലാണ് അവിടെയുള്ള റോഡുകളെല്ലാം റെഡിയാക്കണം. പിന്നെ കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഇനി വരുന്ന മെമ്പറുടെ പ്രവർത്തനം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികളുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളെ എങ്ങനെ വിലയിരുത്തുന്നു? അത് 3 പേരിൽ 2 പേര് വക്കീലാണ്, അല്ല ഒരാൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇതിൽ ജനങ്ങളുമായി പ്രവർത്തിക്കാനും പൊതുരംഗത്ത് ആത്മാർത്ഥമായി നിൽക്കാനും കഴിയുന്നത് ആരാണെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. നമുക്കിനി ഈ വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്? ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മളെ ആറ്റിൻ്റെ അവിടെയൊക്കെ ഭാഗങ്ങൾ, അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ കുറച്ച് മണ്ണിട്ടത് തന്നെ അത് ഈ മഴയത്ത് ഒലിച്ചു പോകും. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, ഒന്നും നടക്കത്തൊന്നും. അത് അവരാരെങ്കിലും ചെയ്യുന്നെങ്കിൽ കൊള്ളാം, അല്ലാതെ നമുക്കൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഈ വാർഡെന്ന് പറയുന്ന കുറേയൊക്കെ ഡെവലപ്പ് ആക്കിക്കൊണ്ട് വരിക. അതായത് അവരെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മളെ അമ്പലത്തിൻ്റെ അവിടെ ആ റോഡൊന്ന് ശരിയാക്കേണ്ടി അത്യാവശ്യം. അതൊരു വലിയ എല്ലാവർക്കും വേണ്ടിയാണ്. അത് പണ്ട് ഞാനൊരു ഇരുന്നപ്പോഴാണ് ചെയ്തത്. അതിനുശേഷം അതൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഏത് സമയവും വെള്ളക്കെട്ടും അതൊരു മാറ്റം ആവശ്യമാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേയൊക്കെ മക്കു ശരിയാക്കിയായിരുന്നു. ഇവിടെ അങ്ങ് അക്കരെ പണ്ട് അവിടെ ഒരു അതെല്ലാം മക്കു മെമ്പറായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു. അവനെ നമ്മൾ ഒന്നിനും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അവൻ ഒരുപാട് ഈ ഞങ്ങളെ ഈ കൊടുവപ്പാത്തുനിന്ന് ഒരു റോഡ് വരുന്നത് അവൻ കാരണം.
അല്ലാതെ വേറെ ആരും അല്ല. മക്കു മുമ്പ് മക്കുമുണ്ട് സൂപ്പർ, അവനെ നമ്മൾ അംഗീകരിക്കുന്നു. ആ, പണ്ട് അവിടെയെങ്കിലും ഒരു മനുഷ്യന് നടന്നു പോകാൻ വയ്യാത്ത വഴിയായിരുന്നു, വണ്ടി ഇറങ്ങി അങ്ങോട്ടും അക്കരെ ഇക്കരയും പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടായി. അത് തന്നെ വലിയത്. പിന്നെ ഇതൊക്കെ ആവശ്യം, പിന്നെ ഇതൊക്കെ ഡെവലപ്പ് എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ഇപ്പം റോട്ടിൽ നിന്ന് വരെ കയറാനുള്ള ഒരു സൗകര്യം ആയില്ലേ. മറ്റത് അതുപോലും ഇപ്പം വണ്ടി ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, ഒരു 2 മിനിറ്റ് മതി സ്റ്റാൻഡിലോട്ട് എത്താൻ. അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്, കുറേയൊക്കെ വരും. റോഡുകൾ എല്ലായിടും റബ്ബർ ബോർഡിൻ്റെ അവിടെ സ്ഥലം കുറച്ച് കുഴപ്പം, വണ്ടി ഓടിക്കുന്നുണ്ടാകാൻ പറയുന്നത് അവിടെ. അത് നമ്മളെ ഭാഗത്തൊന്നുമല്ല, ഇത് ഈ ഭാഗത്തല്ല, അത് അവിടെ കുറച്ച് ഡെവലപ്പ് ചെയ്യാനുണ്ട്, വേറെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥി, 2 വക്കീലന്മാരുണ്ട്, ഒരു കലാകാരിയുണ്ട്. ഉം. ഈ 3 പേരെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാര്യം പഞ്ചായത്തിൽ എപ്പോഴും സംസാരിക്കുകയും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവർ തന്നെ ആയിരിക്കണം എപ്പോഴും വരേണ്ടത്. മെമ്പർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ആവശ്യം. പിന്നെ ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളാണ്. രാഷ്ട്രീയമായിട്ട് ഞാൻ CPM ആയിരുന്നു, അപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം രാഷ്ട്രീയമൊന്നും ഇല്ല. എൻ്റെ തുളസി കിട്ടാൻ പോയതിന് ശേഷം എനിക്ക് ഒരു രാഷ്ട്രീയമില്ല. നേരം മരിച്ചതിന് ശേഷം രാഷ്ട്രീയം മാറിയില്ല, ഒരു പാർട്ടിയോടും അനുഭവമില്ല. നേരത്തെ CPM വേണ്ടി മരിക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ കൊടി കുത്താൻ പലരും ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നിട്ടുള്ള സമയത്തും ഞങ്ങളിവിടെ കുത്തുമായിരുന്നു. അത്രയും ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഇത് ചെയ്തു. ഇന്നിപ്പോൾ നമുക്കൊരു പെൻഷൻ പോലും ഇല്ല. എനിക്കിപ്പോൾ 64 വയസ്സാവാൻ പോകും. എനിക്ക് ഇന്നുവരെ ഒരു പെൻഷനും ഇല്ല. ഒരു പേർഷ്യയിൽ പോയ ഒരു വീട് വെച്ചതുകൊണ്ട്, പേർഷ്യയിൽ പോയ അവൻ്റെ ഗതിയായ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1 മാസം പിന്നെ അവൻ ഭിക്ഷക്കാരനൊക്കെ കഷ്ടമാണ്. 1 മാസം കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെ ഒരു വീട് വെച്ച് പോയി. അതുകൊണ്ട് നമുക്ക് അതുമില്ല, അതൊരു കഷ്ടമാണ്. നമുക്കിപ്പം വേറെ വരുമാനമൊന്നുമില്ല, നമുക്കൊന്നും ഒരു വരുമാനവും ഇല്ല. ഇങ്ങനെ ജീവിക്കുന്നു. ഈ വണ്ടിയൊക്കെ ഓടിച്ച് വല്ലതൊക്കെ കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ രാഷ്ട്രീയമൊന്നും പറയാനില്ല. ഈ 3 പേരും ആരോ ജയിക്കട്ട്, നല്ലതായിട്ട് വരട്ടെ എന്നേ ഉള്ളൂ. കാര്യം നേടിയെടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ആരായാലും. മെമ്പർ എന്ന് പറയുന്നത് അവിടെ കയറി സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരായിരിക്കണം ആരായാലും. അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. വക്കീലന്മാരാകുമ്പം കഴിവുണ്ടല്ലോ, 2 പേരും വക്കീല, ആരെങ്കിലും ഒന്ന് വരും. പിന്നെ അവർ 2 ഒരു കുടുംബക്കാരാണ്, ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഓരോന്നാണ്. എന്നാലും ഒന്നിക്കല്ലേ, അതേ ഉള്ളൂ. എനിക്ക് അവരോട് 2 പേരോടും ഒരു ഇതുമില്ല. മറ്റത് പിന്നെ പേരിനുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ സ്ട്രോങ് ഉള്ളതെന്ന് തോന്നുന്നു. ഇവർ 2 സ്ട്രോങ്, കോൺഗ്രസും CPM സ്ട്രോങ് ആയിട്ടുള്ളത്. ഒന്നുമില്ല. ഓക്കെ, ശരി. ഓക്കെ. നമുക്കിനി ഈ വാർഡിൽ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്? ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് വെച്ചാൽ കുടിവെള്ളത്തിന് കാര്യം വെച്ചാൽ അവർക്ക് തോന്നുമ്പോഴാണ് വെള്ളം വരുന്നത്. അതുപോലെ തന്നെ കാര്യം വെച്ചാൽ അങ്ങോട്ട് പോകാൻ, ആറ്റിലോട്ട് ഇറങ്ങാനുള്ളത് നമുക്ക് അലക്കാണ് ജോലി. ഒരു തുണി കൊണ്ട് ഇറങ്ങാക്കാത്ത രീതിയിലാക്കി. നേരത്തെ കുണ്ടും കുഴിയായിട്ട് കിടന്നപ്പോൾ ഇറങ്ങിപ്പോകാറ്, ഇപ്പം അതും പറ്റത്തില്ല. പിന്നെ അമ്മനെ എങ്ങനെയാണ് നമ്മൾ ജീവിത പ്രശ്നം ഓടുന്നത്? നമുക്ക് അതേ കാല് വയ്യാത്ത ഒരു അസുഖക്കാരനാണ് ഞാനും എൻ്റെ ഭാര്യയും. പിന്നെ മോൻ ഈ വണ്ടി ഓടി വരുന്ന വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിതം പോകുന്നത്. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ. പിന്നെ പെൻഷൻ കിട്ടുന്ന കാശ് കൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു. അവർക്കും കൊടുക്കും, നമുക്ക് അങ്ങോട്ടോ അങ്ങോട്ടോ എന്തെങ്കിലും അതിൻ്റെ ആവശ്യത്തിനുള്ള ചിലവ് നമ്മളെടുത്തിട്ട് ബാക്കി അവർക്കും കൊടുക്കും. അതാണ് ജീവിത പ്രശ്നം. പിന്നെ അസുഖങ്ങളെന്ന് വെച്ചാൽ പല അസുഖങ്ങളും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു 3 സ്ഥാനാർത്ഥിയുണ്ട്, 2 വക്കീലന്മാരും ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആള്. ഈ 3 പേരെ കുറിച്ച് നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു? വിലയിരുത്താൻ എൻ്റെ ഒരു ഇതിൽ നോക്കിയാൽ മറ്റേ ഉഷ വക്കീലാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ ഇടപെടാനും അതിൻ്റെ എന്തെങ്കിലും പോകാനും വരാനും ഒക്കെ എനിക്ക് തോന്നൽ. പിന്നെ ഈ മറ്റൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ കയറി വരുന്ന ആൾക്കാരാണ്.
കാര്യം വെച്ചാൽ എന്തെങ്കിലും ഈ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒക്കുന്നെങ്കിൽ അവരെ കൊണ്ടേ പറ്റും. പക്ഷെ ഭരണം ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആണെങ്കിലും ഇനി ഇത് സമയത്ത് നടക്കുന്ന ഇതേ പറ്റൂ.